സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും 5000 രൂപ ക്യാഷ് പ്രൈസ്. സഫ ജ്വല്ലറി. കോൾ 9400024916. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുഗ്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. പെരുമഴക്കാലത്തും ശുദ്ധജലം കിട്ടാതെ ചോക്കാട് പരുത്തിപ്പറ്റ ഹരിജൻകുന്ന് നിവാസികൾ. പ്രദേശത്തുകാർ പാത്രങ്ങൾ കഴുകുന്നതും ശുചിമുറികളിൽ ഉപയോഗിക്കുന്നതും മഴവെള്ളം ശേഖരിച്ചാണ്. ഹരിജൻകുന്നിലേക്കുള്ള 4ാമത്തെ കുടിവെള്ള പദ്ധതിയും പ്രദേശത്തുകാർക്ക് പ്രയോജനപ്പെട്ടില്ല. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് പരുത്തിപ്പറ്റ ഹരിജൻകുന്ന് പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പ്രസിഡന്റിന്റെ വാർഡ് നിൽക്കുന്ന പ്രദേശം കൂടിയാണ് പരുത്തിപ്പറ്റ ഹരിജൻകുന്ന്. ഇവിടെയാണ് 30ഓളം കുടുംബങ്ങൾ ഈ കനത്ത മഴയത്തും കുടിവെള്ളത്തിനായി പെടാപാടുപെടുന്നത്. ഞങ്ങൾക്ക് വെള്ളം എവിടുന്നും കിട്ടാനില്ല. ഞങ്ങൾക്ക് വെള്ളത്തിന് കുറേ താഴെ പോകണം. അല്ലാതെ ഇതിൽ ഏറ്റിപ്പോരും വേണം. വേനൽക്കാലമായാലും വർഷക്കാലം ആണെങ്കിലും ഞങ്ങൾക്ക് വെള്ളം കെട്ടിക്കൊണ്ടുവരാതെ അല്ലാതെ ഒരു ഇതുമില്ല. പിന്നെ ഇതിലെ കുറേ പൈപ്പും ഇതൊക്കെ ഇട്ടിക്കണ്. അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു കാര്യമല്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും വേണ്ട, ഞങ്ങൾക്ക് വെള്ളം വേണം. ഞങ്ങൾ വേനൽക്കാലായാലും വർഷക്കാലായാലും പണിക്ക് പോയാലും ഞങ്ങൾ അന്തിപ്പാർക്ക് വന്നിട്ടാണ് വെള്ളം ഇത് കൊണ്ടുവരുന്നത്. ഓല് മുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളമില്ല. ഞങ്ങളാണെങ്കിൽ കുറേ താഴെ പണി ഇരുട്ടായാലും വേണം ഞങ്ങൾ താഴെ പോയി കൊണ്ട് വെള്ളം കൊണ്ടുവരാം. പിന്നെ ഈ മഴക്കാലം വന്നാൽ ഒരു കഴുകാനും മോറാനും കക്കൂസിക്കൊക്കെ ഞങ്ങൾ ഈ മഴക്കാലത്ത് ഈ വെള്ളമാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇനിയിപ്പോൾ മഴക്കാലമായാലും ഞങ്ങൾ കുട ചൂടിയിട്ട് വേണം ഞങ്ങൾ വെള്ളത്തിന് പോകാൻ. അതേ ഞങ്ങൾക്ക് വെള്ളം കിട്ടാൻ ഒരു വജ്ജുമില്ല. കുറേ കാലങ്ങളായി, 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ഈ പൈപ്പ് ഇട്ടുകൊണ്ട് പോകാന്നല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുമില്ല. സമീപ പ്രദേശത്തെ ചില വീടുകളിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവന്നാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നത്. ഈ പ്രശ്നത്തിന് കഴിഞ്ഞ മാർച്ച് 31 മുൻപ് പരിഹാരം കാണുമെന്ന് അധികൃതർ കോളനിക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പും പാലിക്കപ്പെട്ടില്ല. ഇവരുടെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി ചോക്കാടൻകുന്ന് കുടിവെള്ള പദ്ധതി, ജലനിധി പദ്ധതി, പ്രദേശത്തുകാർക്ക് മാത്രമായി മറ്റൊരു കുടിവെള്ള പദ്ധതി മുതലായവ സ്ഥാപിച്ചെങ്കിലും ഈ പദ്ധതികളിലൂടെ ഒന്നും പ്രദേശത്തുകാർക്ക് ഒരു തുള്ളി വെള്ളം ലഭിച്ചിട്ടില്ല. ഇതിനെല്ലാം വേണ്ടി സ്ഥാപിച്ച പൈപ്പുകളും ടാപ്പുകളുമെല്ലാം വീടുകൾക്ക് ചുറ്റിലുമുണ്ട്. ഞങ്ങൾ പരുത്തിപ്പറ്റ ഹരിജൻകുന്നിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളമായി ബന്ധപ്പെട്ടൊരു പരിപാടി തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. പലതവണ ഇതിൻ്റെ പരിപാടികളും ഉദ്ഘാടനങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു തീരുമാനം വന്നിട്ടില്ല. തന്നെയുമല്ല, ഇതിൻ്റെ ആധികാരികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നതാണ് ഇതിൻ്റെ 25 ലക്ഷം പദ്ധതി എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ കമ്മിറ്റി പഞ്ചായത്തിൽ ഇത് കൂടി തീരുമാനം വന്നപ്പോൾ പറയുന്നത് ഇതാണ്: അതിന് കറണ്ടിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിന് നമുക്ക് വേറൊരു ഫണ്ട് സ്വരൂപിച്ചെങ്കിലേ കഴിയുള്ളൂ എന്നാണ് വേണ്ടപ്പെട്ട പറഞ്ഞത്. തന്നെയുമല്ല, ഇതിനെപ്പറ്റി ഞങ്ങൾ ആധികാരികമായിട്ട് അന്വേഷണം ചെയ്തപ്പോൾ ഈ 25 ലക്ഷത്തിൽ കറണ്ടിന് ഉപയോഗിക്കാനുള്ള പദ്ധതികളും കാര്യങ്ങളും അതിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. തന്നെയുമല്ല, ഇത് ഈ പൈപ്പുകൾ നാട്ടിയത് അവിടെ ഇവിടെയും ഓരോ വണ്ടി വരുന്ന അവിടെ പൈപ്പുകൾ മാന്തി പൊട്ടിപ്പൊളിഞ്ഞ് തുടക്കം മുതൽ തന്നെ ഇത് പൊളിഞ്ഞു പോയി. അപ്പോൾ ഇത് ആധികാരികളുടെ മനസ്സ് ഇരുത്തി ഇതിന് വേണ്ട ഒരു നടപടി ചെയ്ത് ഇവിടെ 3-4ാമത്തെ പൈപ്പാണ് ഞങ്ങളെ വീട്ടിൽ കൂടെയൊക്കെ നാട്ടിയിട്ടുള്ളത്. തന്നെയല്ല, 4 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലമുള്ള ആൾക്കാരാണ്. അവരെ വീട്ടിൻ്റെ മുറ്റത്ത് 4 പൈപ്പ് വരിക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും, ഇത് കേൾക്കുന്ന ആൾക്കാർക്കും മനസ്സിലാവും. പെട്ടെന്ന് ഇതിനൊരു നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയല്. ഇതിനെല്ലാം പുറമെയാണ് 2024 മാർച്ചിന് മുൻപ് വെള്ളം നൽകുമെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം മുടക്കി നിർമ്മിച്ച കുടിവെള്ള പദ്ധതി. പദ്ധതിയിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയാൽ പ്രദേശത്തുകാർക്ക് കുടിവെള്ളം കിട്ടും. എന്നാൽ കണക്ഷൻ നൽകുന്നതിന് ഗ്രാമപഞ്ചായത്ത് 1,53,000 രൂപ പദ്ധതി വെച്ച് DPCയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. നിലവിൽ പദ്ധതിയിൽ തന്നെ 1,10,000 രൂപ വൈദ്യുതീകരണത്തിനായുണ്ട്. എന്നാൽ കൂടുതൽ കണക്ഷനുകൾ നൽകിയതിനാലാണ് വൈദ്യുതീകരണത്തിന് പുതിയ പദ്ധതി തന്നെ ഉണ്ടാക്കി DPCയുടെ അംഗീകാരത്തിന് നൽകിയത്. കൂലിപ്പണിക്കാരും സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരുമായ കുടുംബങ്ങൾ ഈ കനത്ത മഴയത്തും കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ,
നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.